അതിരപ്പള്ളിയിലെ വെറ്റിലപ്പാറയിൽ കാട്ടാന കട തകർത്തു എന്ന വാർത്ത വരുന്നുണ്ട്. കരിക്കും കരിമ്പിനും ജ്യൂസും വിൽക്കുന്ന കടയാണ് 5 ആനകൾ കൂട്ടമായി വന്ന് തകർത്തിട്ട് പോയത്. സൂരജ് സജി ചേരുന്നു വിശദാംശങ്ങളുമായി. പറയൂ സൂരജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെ 12 മണിയോടുകൂടിയാണ് ഈ അതിരപ്പള്ളി വെറ്റിലപ്പാറ പഞ്ചായത്തിന് സമീപമുള്ള കട ഈ കാട്ടാനക്കൂട്ടം ആക്രമിക്കുന്നത്. 5 അംഗ കൂട്ടമെത്തിയാണ് ഈ കട തകർത്തതെന്നുള്ളതാണ് ഈ കട ഉടമ വ്യക്തമാക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഈ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജ്യൂസ് അടക്കം മിഷൻ അടക്കം ഈ കാട്ടാന തകർക്കുകയും ചെയ്തു. ഇവർ പറയുന്നത് വ്യാപകമായ നാശനഷ്ടമാണ് ഈ കാട്ടാന ഈ കടയിൽ എത്തി നടത്തിയതെന്നുള്ളതാണ് പറയുന്നത്. നേരത്തെയും ഈ കടയ്ക്ക് സമീപമൊക്കെ കാട്ടാന വരാറുണ്ടായിരുന്നുവെങ്കിലും ഈ കട ഇതുവരെയും ആക്രമിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ വെറ്റിലപ്പാറ പഞ്ചായത്ത് ഇരിക്കുന്ന മേഖല എന്ന് പറയുന്നത് ചെറിയൊരു ജനവാസ മേഖലയാണ്. കാട്ടാനക്കൂട്ടമൊക്കെ ഇതിന് സമീപത്തെത്തി മടങ്ങുന്നതാണ് പതിവ് രീതിയെങ്കിൽ പോലും ഈ ആക്രമണം ഉണ്ടാകുന്ന ആദ്യമെന്നാണ് പറയുന്നത്. കടയ്ക്ക് നേരെ ഇത്തരത്തിൽ ഇതുവരെയും ആക്രമണം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇന്ന് പുലർച്ചെ 12 മണിയോടുകൂടി കാട്ടാനക്കൂട്ടം എത്തുന്നു. ഈ കട തീർത്തും തകർത്തു എന്നുള്ളതാണ് പറയുന്നത്. വലിയ ആശങ്കയുണ്ട്. ഈ ഫെൻസിംഗ് അടക്കം ഈ ചാലക്കുടി പുഴയോട് ചേർത്ത് ഫെൻസിംഗ് ഇടണമെന്ന ഇവരുടെ ആവശ്യമുണ്ട്. ആ ഫെൻസിംഗ് നടപടികളെല്ലാം വേഗത്തിലാക്കിയാൽ മാത്രമാണ് ഈ കാട്ടാനക്കൂട്ടം ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്ന.